ഫ്ലാറ്റുകൾക്കാണ് വാടക കൂടുതൽ. ഏറ്റവും ടോപ്പിൽ ഒന്ന് അന്തരീക്ഷ മലിനീകരണം അങ്ങോട്ട് വരൂല. എറണാകുളത്തൊക്കെ ഇപ്പൊ ആരോഗ്യവകുപ്പ് പറഞ്ഞത് 6 നിലയുടെ മുകളിലേക്ക് കൊതുകും തന്നെ വരില്ല. അപ്പൊ 6 നിലയുടെ താഴേക്കാണെങ്കിൽ ഇപ്പൊ മുരളി തൊമ്മാരുകുടിയുടെ ദേശീയ ദുരന്ത നിവാരണ സേനയിലൊക്കെ പ്രവർത്തിച്ച് UNOന്റെ വലിയ അവാർഡൊക്കെ നേടിയ മനുഷ്യനാണ് മുരളി തൊമ്മാരുകുടി. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ ചൈനയില് ഹോങ്കോങ്ങില് വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിൽ, ചൈന എന്നൊക്കെ പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ വികസിത രാജ്യമാണ്. ടെക്നോളജി അവർ കഴിഞ്ഞിട്ടേ ലോകത്ത് ആരുടെയും കയ്യിലുള്ളൂ. AI സാങ്കേതിക വിദ്യ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവർക്കാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ഒരൊറ്റ ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെ തീ പിടിച്ചിട്ട് 600 ചില്ലാൻ ആളുകൾ മരിച്ചു. ഇവിടെ ശ്രീലങ്കയിൽ 300 ആളുകൾ മരിച്ചത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ കാറ്റും ചുഴലിക്കാറ്റും പേമാരിയും പ്രളയവും വന്നിട്ടാണ്. സാങ്കേതിക വിദ്യയുള്ള ചൈനക്കാരൻ പാർക്കുന്ന ഫ്ലാറ്റിന്റെ അകത്ത് തീ പിടിച്ചത് അങ്ങനെയല്ല, അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം അടങ്ങുന്ന ഒരു പുതിയ കുറിപ്പ് പത്രദ്വാര വായിക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും ടോപ്പിലേക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ട്. ഒന്ന് അന്തരീക്ഷ മലിനീകരണം, മറ്റൊന്ന് പുറത്തെ കാഴ്ചകൾ. സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് താമസിക്കുന്ന സ്വർഗത്തിന്റെ പേര് ഫിർദൗസ് എന്ന സ്വർഗമാണ്. മഹാനായ റബിയത്തുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു സഹാബി, റബിയത്തുൽ അസ്ലമി എന്ന് പറയുന്ന സഹാബി പുണ്യ നബിയുടെ അടുക്കൽ റസൂലുള്ളാഹിക്ക് ഒരു ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം കാത്തിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടിട്ട് നബി തങ്ങൾ ആ സന്തോഷത്തിന്റെ പുറത്ത് ഒരു അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാല് അത് ഭൂമിയിൽ നടക്കുകയാണല്ലോ. ഏത് പൊന്നാവുന്ന നാവ് കൊണ്ടല്ലേ ഉച്ചരിക്കുന്നത്. ആ റസൂലുള്ളാഹിന്റെ മഹബത്ത് മൂത്തിട്ട്, കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കൈ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ നിന്റെ കയ്യിലേക്ക് ഐശ്വര്യം വിരുന്നു വരട്ടെ. ആ ദുആ കിട്ടിയതിന്റെ ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മദീനയിൽ തന്റെ ഉക്കാസ് കൊണ്ടൊരു പാറക്കല്ല് മറിച്ചിട്ടാൽ അതിന്റെ ചോട്ട് നിധി കിട്ടിയിരുന്നു. എന്നിട്ടോ ആ സമ്പത്ത് കൊണ്ട് മുഴുവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മില്യണറായി എന്ന് മാത്രമല്ല അല്ലാഹുവിലേക്ക് അടുത്തു. എന്താ പറഞ്ഞത്? നിഅമൽ മാലു സ്വാലിഹ്, നല്ല സ്വത്ത് എത്ര വലിയ ഐശ്വര്യമാണ്. അതഖറബു ബിഹി ഇലല്ലാഹ്, ആ മില്യൺ കണക്കിന് സ്വത്ത് കൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്ക് അടുത്തു പോവുകയാണ്. വഅസ്ലിഹു ബിഹി ഖറാബതി, അതുകൊണ്ട് ഞാൻ എന്റെ ബന്ധം ഒന്നുകൂടി രൂഢമൂലമാക്കുകയാണ്. സ്വത്ത് കിട്ടിയപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചെയ്ത എന്താണ്? അല്ലാഹുവിലേക്ക് അടുത്തു. എങ്ങനെ അടുത്തത്? കുടുംബത്തെ പരിഗണിച്ചു.